ഒരു മെഡിക്കൽ കോളേജിൽ KSU ആയി മത്സരിച്ചാൽ SFIയെ പരാജയപ്പെടുത്താനാവില്ല. MSF ആയി മത്സരിച്ചാൽ SFIയെ പരാജയപ്പെടുത്താനാവില്ല. KSUവും MSFും ചേർന്ന് UDSF ആയി മത്സരിച്ചാൽ പോലും SFIയെ പരാജയപ്പെടുത്തുക എന്ന് പറയുന്നത് ശ്രമകരമായ ഒരു കാര്യമാണ്. അവിടെ വളരെ എളുപ്പത്തിൽ ഒരു അരാഷ്ട്രീയ കൂട്ടായ്മയുടെ പിന്നിൽ അണിനിരന്നാൽ SFIയെ വിജയിപ്പിക്കാതെ ഇങ്ങനെ യൂണിയൻ അധികാരത്തിൽ ഒരു അരാഷ്ട്രീയ കൂട്ടായ്മയുടെ ഭാഗമായി മുന്നോട്ട് പോകാമെന്ന KSU MSF അണികളുടെ ഒരു താല്പര്യം കൂടെ ആ മൂന്നാമത്തെ ലെയറിൽ റിഫ്ലക്ട് ചെയ്യും. നമ്മൾക്ക് എന്തിനാണ് രാഷ്ട്രീയം? നമ്മൾ ഇവിടെ വരുന്നത് MLA ആവാനാണോ, MP ആവാനാണോ, മന്ത്രി ആവാനാണോ? നമ്മൾ ഡോക്ടർ ആവാനല്ലേ വരുന്നത്. നമുക്ക് നന്നായി പഠിച്ച് നമ്മുടെ അക്കാഡമിക്സിൽ ഫോക്കസ് ചെയ്ത് നല്ലൊരു ഡോക്ടറായി പുറത്തിറങ്ങിയാൽ പോരെ. LGBTQ റൈറ്റ്സിനെ സംബന്ധിച്ച് ക്യാമ്പസ് ചർച്ച ചെയ്ത് തുടങ്ങിയ ഘട്ടത്തിൽ SFI വളരെ ശക്തമായി പുരോഗമന രാഷ്ട്രീയ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മനുഷ്യാവകാശ പ്രശ്നം എന്നുള്ള നിലയിൽ LGBTQ റൈറ്റ്സിനെ സംബന്ധിച്ച് വാചാലരായപ്പോൾ ഇൻഡിപെൻഡൻസിന് അതിൽ നിലപാടെടുക്കേണ്ടി വന്നു. അവർ ചില കൂട്ടായ്മകളെല്ലാം രൂപീകരിച്ച് മടിച്ചെങ്കിലും ആ രാഷ്ട്രീയം ഏറ്റെടുക്കാൻ തയ്യാറായി. അങ്ങനെയാണ് KSU, MSF, ഫ്രട്ടേണിറ്റി, ക്യാമ്പസ് ഫ്രണ്ട് തുടങ്ങിയ രാഷ്ട്രീയ ധാരകളിൽ പെട്ടവരും ഇൻഡിപെൻഡൻസിനകത്തുമുള്ളവരുമായ വിദ്യാർത്ഥികൾക്കിടയിൽ വലിയ ആശയക്കുഴപ്പം രൂപപ്പെടും. വട്ടത്തിലും ചതുരത്തിലും ത്രികോണത്തിലും ഇരുന്ന് എന്തൊക്കെയോ പുലമ്പുന്നവർ എന്നാണ് ആഴ്ചവട്ടം സംഘടിപ്പിക്കുന്ന SFIക്കാർക്കെതിരായി ഇൻഡിപെൻഡൻസ് നടത്തിയ ആക്ഷേപം. നാം രാഷ്ട്രീയത്തിൽ ഇടപെട്ടില്ല എങ്കിൽ രാഷ്ട്രീയം നമ്മളിൽ ഇടപെടുമെന്ന ലെനിന്റെ വാചകം ആ ക്യാമ്പസിനോട് നിരന്തരം പറഞ്ഞുകൊണ്ടേയിരുന്നു. നമ്മുടെ അരിയിലും തുണിയിലും വരെ രാഷ്ട്രീയമുണ്ടെന്ന് പറഞ്ഞു. ചെഗുവേരയെ പോലെ ലോകം കണ്ട ഒരു മഹാനായ ഡോക്ടറെ, ഒരു വിപ്ലവകാരിയെ അനുസ്മരിച്ചുകൊണ്ട് മാത്രമേ ഞങ്ങളുടെ യൂണിയന്റെ രാഷ്ട്രീയം ഞങ്ങൾക്ക് മുന്നോട്ട് വെക്കാനാകൂ എന്നുള്ളതാണ്. ഇൻഡിപെൻഡൻസിനകത്ത് തന്നെ പ്രവർത്തിക്കുന്ന MSFകാരും KSUക്കാരും ചോദിച്ച ചോദ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വളരെ ആശങ്കയോടുകൂടി നാം കാണുന്നു അതാണ്. പൊതുപ്രവർത്തകനായ വിപ്ലവകാരിയായ ഡോക്ടറെ നിങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിൽ RSSന്റെ ആചാര്യനായ ഹെഡ്ഗവാർ എന്ന ഡോക്ടറുടെ ചിത്രവും നിങ്ങൾ ആ റൂമിൽ വെക്കണം. കഴിഞ്ഞ ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയം വളരെ ആഴത്തിൽ ചർച്ച ചെയ്ത ഒരു ക്യാമ്പസ് തെരഞ്ഞെടുപ്പ് വിജയമാണ് കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ SFIയുടെ വിജയം. സാധാരണഗതിയിൽ ഒരു കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പൊതുമണ്ഡലത്തിൽ ഉണ്ടാക്കുന്നതിനേക്കാൾ വലിയ ഇമ്പാക്റ്റാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ SFIയുടെ വിജയം ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന്, കേരളത്തിൻ്റെ ക്യാമ്പസ് രാഷ്ട്രീയ പരിസരത്തേക്ക് അരാഷ്ട്രീയ വിദ്യാർത്ഥി കൂട്ടായ്മ എന്നൊരാശയത്തെ മുന്നോട്ട് വെക്കുകയും SFI പോലെയുള്ളൊരു വിദ്യാർത്ഥി സംഘടനയെ ഒരു ഇൻഡിപെൻഡൻറ്റ് ഗ്രൂപ്പായി നിന്നുകൊണ്ട് പരാജയപ്പെടുത്തുകയും ഏതാണ്ട് ഒരു 1/4 നൂറ്റാണ്ടോളം ആ കൂട്ടായ്മയ്ക്ക് തുടർച്ചയായി അധികാരത്തിൽ ഇരിക്കാനും സാധിച്ചു എന്നുള്ളതാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ രാഷ്ട്രീയമായ ഏറ്റവും വലിയ സവിശേഷത. ആ ഇൻഡിപെൻഡൻറ്റ് കൂട്ടായ്മയെ പരാജയപ്പെടുത്തിക്കൊണ്ട് SFI വീണ്ടും യൂണിയൻ വിജയത്തിലേക്ക് കടന്നു വരുന്നു എന്നുള്ളത് കേരളത്തിലെ ഏതൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിയെ സംബന്ധിച്ചും വളരെ കൗതുകം നിറഞ്ഞ ഒരു ഡിസ്കോഴ്സാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കേരളത്തിലെ മഹാഭൂരിപക്ഷം ക്യാമ്പസുകളിൽ വിജയിക്കുകയും ചിലപ്പോഴെങ്കിലും പരാജയപ്പെടുകയും ചെയ്യുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയാണ് SFI. പരാജയപ്പെടുന്ന ക്യാമ്പസുകളിൽ മഹാഭൂരിപക്ഷവും തൊട്ടുപിറ്റേ വർഷങ്ങളിൽ തിരിച്ചു വരാനും SFIക്ക് സാധിക്കാറുണ്ട്. എന്നാൽ എന്തുകൊണ്ടായിരിക്കും ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ SFIയെ പോലെ ഒരു സംഘടിത വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് തിരിച്ചു വരാൻ 23 വർഷം വേണ്ടി വന്നിട്ടുണ്ടാവുക എന്നുള്ളതാണ് ഈ രാഷ്ട്രീയ വിജയത്തിലും അവശേഷിക്കുന്ന ഏറ്റവും കൗതുകരമായ ഒരു ചോദ്യം. എന്തുകൊണ്ട് 23 വർഷം വേണ്ടി വന്നു? അവിടെയാണ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന അരാഷ്ട്രീയ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ ആഴങ്ങളിലേക്കുള്ള വലിയ വിശകലനങ്ങൾ അനിവാര്യമായി വരുന്നത്. 2004 ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന വിദ്യാർത്ഥി കൂട്ടായ്മ SFIയെ പരാജയപ്പെടുത്തിക്കൊണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അധികാരത്തിൽ വരും. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ചരിത്രം എല്ലാ കാലവും SFI ഭരിച്ച ഒരു ക്യാമ്പസ് രാഷ്ട്രീയ ചരിത്രമല്ല. SFIക്ക് മുന്നേ 2000ന്റെ തുടക്കത്തിലും മറ്റും സോളിഡാരിറ്റി എന്നുള്ള പേരിലാണ് ഒരു അരാഷ്ട്രീയ വിദ്യാർത്ഥി കൂട്ടായ്മ പ്രവർത്തിച്ചിരുന്നത്. അതിനു മുമ്പ് NAM എന്ന പേരിൽ, നോൺ അലയൻസ് മൂവ്മെന്റ് എന്നുള്ള പേരിൽ അരാഷ്ട്രീയ കൂട്ടായ്മകൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇങ്ങനെ നിരവധിയായ അരാഷ്ട്രീയ കൂട്ടായ്മകൾ പ്രവർത്തിച്ചു വന്ന ചരിത്രം നേരത്തെയുള്ള ക്യാമ്പസാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. അവിടെയാണ് 2000ന്റെ തുടക്കങ്ങളിൽ തുടർച്ചയായി 3-4 വർഷം SFI ഭരിക്കുന്നത്.
ആ SFIയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ വരുന്നത്. ആ പേര് കേൾക്കുമ്പോൾ സ്വാഭാവികമായും നാം ധരിക്കുക അതൊരു അരാഷ്ട്രീയ കൂട്ടായ്മയാണ്, അതൊരു ക്യാമ്പസ് സംഘമാണ്, അതിനപ്പുറത്ത് അതിന് പ്രത്യേക രാഷ്ട്രീയമില്ല എന്നുള്ളതാണ്. എന്നാൽ കൃത്യമായ രാഷ്ട്രീയ പദ്ധതിയോടുകൂടിയാണ് ആ രാഷ്ട്രീയ കൂട്ടായ്മ പ്രവർത്തിച്ചത്. 2004 ഇൻഡിപെൻഡൻസ് അധികാരത്തിൽ വരുന്ന ഘട്ടത്തിൽ ആ ക്യാമ്പസിൽ SFIയെ കൂടാതെ മറ്റ് ചില വിദ്യാർത്ഥി സംഘടനകളും യൂണിറ്റ് ഇട്ട് പ്രവർത്തിച്ചിരുന്നു. അത് KSU MSF ഒന്നും ആയിരുന്നില്ല, ക്യാമ്പസ് ഫ്രണ്ട് ആയിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘടനാ യൂണിറ്റ്. മറ്റൊന്ന് SIO ആയിരുന്നു. രണ്ടും പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഭാഗമായി നിലകൊള്ളുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ വിദ്യാർത്ഥി രൂപങ്ങളാണ്. NDFന്റെ പിൽക്കാലത്ത് പോപ്പുലർ ഫ്രണ്ടായ നിരോധിത സംഘടനയായി മാറിയ പോപ്പുലർ ഫ്രണ്ടിന്റെ വിദ്യാർത്ഥി സംഘടനയായിരുന്നു ക്യാമ്പസ് ഫ്രണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയാണ് SIO. ഈ രണ്ട് സംഘടനകൾക്കും അക്കാലത്ത് യൂണിറ്റ് ഉണ്ടായിരുന്നു. RSSന്റെ വിദ്യാർത്ഥി വിഭാഗമായിരുന്ന ABVPക്കും അക്കാലത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ യൂണിറ്റ് ഉണ്ടായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജും നഴ്സിംഗ് കോളേജും എല്ലാം ചേർന്ന ഒരു സംയുക്ത വിദ്യാർത്ഥി യൂണിയൻ ആയിരുന്നു അക്കാലത്ത് ഉണ്ടായിരുന്നത്. അവിടെ SFIയെ പരാജയപ്പെടുത്തുന്നതിൽ സ്വാഭാവികമായും SFI അല്ലാത്ത മറ്റ് വിദ്യാർത്ഥി സംഘടനകളെല്ലാം ഒരുമിച്ച് നിന്നു എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അത് കേവലമായ ഒരു ക്യാമ്പസിലെ ഐക്യ കൂട്ടായ്മ എന്നുള്ളതിനപ്പുറത്ത് ഇടതുവിരുദ്ധമായ എല്ലാ ശക്തികളെയും ഏകോപിപ്പിക്കുക എന്ന് പറയുന്ന കൃത്യമായ രാഷ്ട്രീയ പദ്ധതിയായി. ഒന്നാം EMS സർക്കാരിനെ കേരളത്തിൽ നിന്ന് അധികാരത്തിൽ താഴെ ഇറക്കിയ വിമോചന സമരത്തിൽ എങ്ങനെയാണ് വലതുപക്ഷ ശക്തികളും ജാതി സംഘടനകളും വർഗീയ സംഘടനകളും ഒരുമിച്ച് ചേർന്നത് എന്നതിൻ്റെ തന്നെ ഒരു മാതൃക ക്യാമ്പസ് മിനിയേച്ചർ എന്നുള്ള നിലയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഇൻഡിപെൻഡൻസ് കൂട്ടായ്മയ്ക്ക് പുറകിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. വിവിധ ലെയറുകളിലായി വിദ്യാർത്ഥികൾ അണിനിരത്തിക്കൊണ്ടാണ് ഇൻഡിപെൻഡൻസ് സംവിധാനം പ്രവർത്തിച്ചത്. അതിൻ്റെ ഏറ്റവും പുറമേ കാണുന്ന പെരിഫറലായ ഒരു ലെയർ മാത്രമാണ് അരാഷ്ട്രീയത എന്ന് പറയും. ക്യാമ്പസിലേക്ക് വരുന്ന +2 കഴിഞ്ഞ് ഏതെങ്കിലും ഒരു പ്രൈവറ്റ് കോച്ചിങ് സെന്ററിൽ നിന്ന് നീറ്റ് UG കോച്ചിങ് എല്ലാം കഴിഞ്ഞ് വരുന്ന റിപ്പീറ്റോ റിപ്പീറ്റോ സൂപ്പർ റിപ്പീറ്റോ കഴിഞ്ഞ് ക്യാമ്പസിലേക്ക് മെഡിസിൻ പഠിക്കാൻ വരുന്ന ഒരു കുട്ടിയോട് എളുപ്പത്തിൽ സംവദിക്കാവുന്ന ഒരു ക്യാമ്പയിനാണ്, അവർക്ക് കണക്റ്റ് ആവുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, നമ്മൾക്ക് എന്തിനാണ് രാഷ്ട്രീയം, നമ്മൾ ഇവിടെ വരുന്നത് MLA ആവാനാണോ, MP ആവാനാണോ, മന്ത്രി ആവാനാണോ, നമ്മൾ ഡോക്ടർ ആവാനല്ലേ വരുന്നത്, നമുക്ക് നന്നായി പഠിച്ച് നമ്മുടെ അക്കാഡമിക്സിൽ ഫോക്കസ് ചെയ്ത് നല്ലൊരു ഡോക്ടറായി പുറത്തിറങ്ങിയാൽ പോരെ, നമ്മൾ എന്തിനാണ് ഈ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത്, എന്തിനാണ് ക്യാമ്പസിന് രാഷ്ട്രീയം, ക്യാമ്പസിൻ്റെതായ കാര്യങ്ങൾ നിർവഹിക്കാൻ, വിദ്യാർത്ഥികളെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടേതായ ഒരു കൂട്ടായ്മ പോരെ എന്ന് പറയുന്ന ഏറ്റവും അരാഷ്ട്രീയമായ ഒരു ക്യാമ്പയിൻ മൂലം സ്വാധീനിക്കപ്പെടുന്ന വിദ്യാർത്ഥികളെയാണ് ആദ്യ ലെയറിൽ പുറമേ കാണും വിധത്തിൽ അണിനിരത്തുക. അതിന്റെ രണ്ടാമത്തെ ലെയറിൽ അണിനിരക്കുന്ന വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് ഇടതുപക്ഷ പശ്ചാത്തലത്തിൽ നിന്ന് ഒരുപക്ഷെ കടന്നു വരുന്ന ഇടതുപക്ഷ രാഷ്ട്രീയ ആഭിമുഖ്യമുള്ള വിദ്യാർത്ഥികളിൽ ചിലരെയാണ്. അവരോട് ഇൻഡിപെൻഡൻസ് നടത്തുന്ന ക്യാമ്പയിൻ ഞങ്ങളും നാട്ടിൽ ഇടതുപക്ഷമാണ്, ഞങ്ങൾക്കും ഇടതുപക്ഷ പാർട്ടികളോടാണ് കൂറുള്ളത്, എന്നാൽ ഈ ക്യാമ്പസിൽ നമ്മൾ രാഷ്ട്രീയമായി സംഘടിക്കേണ്ട ആവശ്യമുണ്ടോ, ഇവിടെയുള്ള ഇടതുപക്ഷത്തിന്, ഇവിടെയുള്ള SFIക്ക് ചില പരിമിതികളില്ലേ, അവർ സംഘടിതമാണ്, അവർ പുറമേയുള്ള SFIയുടെ നേതൃത്വങ്ങൾക്ക് വിധേയപ്പെടുന്നവരാണ്, അവർ അടിമകളാണ്, എന്നാൽ യഥാർത്ഥ ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കാൻ ഇൻഡിപെൻഡൻസിനാണ് സാധിക്കുക എന്ന് പറയുന്ന നിലയിൽ ഒരു ലെയറിനെ അവിടെ അണിനിരത്താൻ വേണ്ടി സാധിക്കും. ചില ഘട്ടങ്ങളിലെങ്കിലും SFIക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് ഈ ക്യാമ്പസിൽ ഒന്നും ആകാൻ പറ്റില്ല എന്നുള്ള ക്യാമ്പയിൻ സ്വീകാര്യമാകുന്ന പൊസിഷൻ സീക്കേഴ്സായ ചില ഇടതുപക്ഷാഭിമുഖ്യമുള്ള വിദ്യാർത്ഥികൾ പോലും ആ ഒരു ലെയറിൽ അണിനിരക്കും. മൂന്നാമത്തെ ഒരു ലെയറാണ് KSUക്കാരും MSFകാരും ABVPക്കാരും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ലെയർ. അവിടെ സ്വാഭാവികമായും അവരുടെ താല്പര്യം SFI പരാജയപ്പെടുക എന്നുള്ളത്. ഒരു മെഡിക്കൽ കോളേജിൽ KSU ആയി മത്സരിച്ചാൽ SFIയെ പരാജയപ്പെടുത്താനാവില്ല, MSF ആയി മത്സരിച്ചാൽ SFIയെ പരാജയപ്പെടുത്താനാവില്ല, KSUവും MSFും ചേർന്ന് UDSF ആയി മത്സരിച്ചാൽ പോലും SFIയെ പരാജയപ്പെടുത്തുക എന്ന് പറയുന്ന ശ്രമകരമായ ഒരു കാര്യമാണ്. അവിടെ വളരെ എളുപ്പത്തിൽ ഒരു അരാഷ്ട്രീയ കൂട്ടായ്മയുടെ പിന്നിൽ അണിനിരന്നാൽ SFIയെ വിജയിപ്പിക്കാതെ ഇങ്ങനെ യൂണിയൻ അധികാരത്തിൽ ഒരു അരാഷ്ട്രീയ കൂട്ടായ്മയുടെ ഭാഗമായി മുന്നോട്ട് പോകാമെന്ന KSU MSF അണികളുടെ ഒരു താല്പര്യം കൂടെ ആ മൂന്നാമത്തെ ലെയറിൽ റിഫ്ലക്ട് ചെയ്യും. ഏറ്റവും താഴെ അടിസ്ഥാന ലെയറിൽ നിൽക്കുന്നതാണ് ക്യാമ്പസ് ഫ്രണ്ടും SIOയും ഫ്രട്ടേണിറ്റിയും എല്ലാം അടക്കമുള്ള മതവർഗീയ പശ്ചാത്തലമുള്ള സംഘടനകളുടെ അംഗങ്ങളും അണികളും. അവരെ സംബന്ധിച്ചിടത്തോളം SFIയും ഇടതുപക്ഷവും മതവിരുദ്ധമാണ്, SFIയും ഇടതുപക്ഷവും ഇസ്ലാമോഫോബിക്കാണ്, SFIയും ഇടതുപക്ഷവും മതവിശ്വാസങ്ങൾക്കെതിരാണ്, നിരീശ്വരവാദികളാണ് എന്നുള്ള നിലയിലുള്ള ക്യാമ്പയിനുകളെല്ലാം പ്രാവർത്തികമാകുന്ന കൈൻഡ് ഓഫ്
മത സ്വഭാവമുള്ള പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള സംഘടനകളിലെ അംഗങ്ങളെയാണ് ആ ലെയറിൽ അണിനിരത്തുക. ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഇൻഡിപെൻഡൻസിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും അടിസ്ഥാന ലെയറിലുള്ളവർക്ക് മാത്രമേ അവരുടെ താല്പര്യത്തിന് വേണ്ടി മറ്റെല്ലാ ലെയറിനെയും അണിനിരത്തുന്നുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള ധാരണയുള്ളൂ. അരാഷ്ട്രീയവാദിയായി ഇൻഡിപെൻഡൻസിൽ ചേരുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം മറ്റ് രാഷ്ട്രീയമുള്ളവർ ഇതിനകത്തുണ്ട് എന്നുള്ളതിനെ കുറിച്ച് അവർ ഒരുപക്ഷെ ബോധറാവുന്നില്ല, അല്ലെങ്കിൽ അത് അവരുടെ കൺസേൺ ആയി മാറുന്നില്ല. ഇനി ഇതേക്കുറിച്ച് അവർക്ക് പലപ്പോഴും ധാരണയില്ലാത്ത സാഹചര്യം ഉണ്ടാകും. ഇവയെല്ലാം ചേരുമ്പോൾ വളരെ സ്മൂത്തായി അരാഷ്ട്രീയവാദികൾക്കും കാൽപ്പനിക ഇടതുപക്ഷത്തിനും അതോടൊപ്പം തന്നെ വലതുപക്ഷ വിദ്യാർത്ഥി സംഘടനകൾക്കും വർഗീയ വിദ്യാർത്ഥി സംഘടനകൾക്കും എല്ലാം ഒരുമിച്ച് ചേരാവുന്ന ഒരു പ്ലാറ്റ്ഫോമായി ഇൻഡിപെൻഡൻസ് മാറും. അതിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ഇൻഡിപെൻഡൻസ് അരാഷ്ട്രീയത മാത്രം പറഞ്ഞുകൊണ്ടാണ് പ്രവർത്തിച്ചത്. ഏതാണ്ട് 2015, 2016 വരെയുള്ള കാലഘട്ടങ്ങളിലെല്ലാം ഞങ്ങൾക്ക് രാഷ്ട്രീയമേ ഇല്ല എന്ന് ശക്തമായി സ്ഥാപിക്കാൻ ഇവർക്ക് സാധിച്ചിരുന്നു. അവിടെയാണ് SFI കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ആ ക്യാമ്പസിൽ പ്രവർത്തിക്കുന്നത്. SFI ഏറ്റവും സുശക്തമായി മുന്നോട്ട് വെച്ച ക്യാമ്പയിൻ എന്ന് പറയുന്നത് വിദ്യാർത്ഥി സംഘടനയുടെ അനിവാര്യതയെ സംബന്ധിച്ച്. വിദ്യാർത്ഥി സംഘടനയുടെ അനിവാര്യതയെക്കുറിച്ച് SFI നിരന്തരമായി ക്യാമ്പയിൻ ചെയ്തു തുടങ്ങിയപ്പോൾ, വിദ്യാർത്ഥി സംഘടന അനിവാര്യമാണ് എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് ക്യാമ്പസ് മാറി തുടങ്ങിയപ്പോൾ ഇൻഡിപെൻഡൻസിനും അത് ഉൾക്കൊള്ളേണ്ടി വന്നു. സ്വാഭാവികമായും അടുത്ത ഘട്ടത്തിൽ SFI മുന്നോട്ട് വെച്ച ഒരു കാര്യം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന് ഒരു പ്രത്യയശാസ്ത്ര അടിത്തറ ഉണ്ടാകണം എന്നുള്ളതാണ്. അതിനൊരു സംഘടനാ രൂപം ഉണ്ടാകണം എന്നുള്ളതാണ്. അതിനെയും ഇൻഡിപെൻഡൻസ് ചെറുക്കാനുള്ള ശ്രമമെല്ലാം നടത്തിയെങ്കിലും SFIയുടെ നിരന്തരമായ ക്യാമ്പയിനിലൂടെ ഒരു പ്രത്യയശാസ്ത്ര അടിത്തറയും സംഘടനാ രൂപവും വിദ്യാർത്ഥി സംഘടനകൾക്ക് ആവശ്യമാണ് എന്നുള്ളൊരു വസ്തുത ഇൻഡിപെൻഡൻസിന് പോലും അംഗീകരിക്കേണ്ടി വന്നു. അപ്പോഴും അവർ പറയുന്നത് രാഷ്ട്രീയമൊക്കെ ആവാം, പക്ഷെ ആ രാഷ്ട്രീയത്തിന് ഒരു സംഘടനാ രൂപം ഉണ്ടായാൽ സ്വാഭാവികമായും ആ സംഘടനാ രൂപം ഒരു വിഘടനമാണ് ക്യാമ്പസിൽ ഉണ്ടാക്കുക. ക്യാമ്പസിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കും. ക്യാമ്പസിന്റെ പൊതു കൂട്ടായ്മയെ അത് തകർക്കും. ക്യാമ്പസിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ വിദ്യാർത്ഥി സംഘടനകൾ തിരിഞ്ഞ് സംഘർഷത്തിൽ ഏർപ്പെടുന്ന കാഴ്ച നമ്മൾ കാണേണ്ടി വരും. അങ്ങനെ ക്യാമ്പസിൽ തിരിഞ്ഞ് സംഘർഷം ഉണ്ടാക്കാത്ത, ആശയപരമായി വിദ്യാർത്ഥികൾ വിഘടിക്കാത്ത, എന്നാൽ രാഷ്ട്രീയമായി എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാവുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇൻഡിപെൻഡൻസ് എന്നുള്ള രൂപത്തിലാണ് അവിടെ അവർ ഒരു ആശയം മുന്നോട്ട് വെച്ചത്. അവിടെ സ്വാഭാവികമായി SFI ചോദ്യം ഉയർത്തി. ABVP കാരനും SIO കാരനും ക്യാമ്പസ് ഫണ്ട് കാരനും MSF കാരനും KSU കാരനും വ്യത്യസ്തമായ രാഷ്ട്രീയ പശ്ചാത്തലമുള്ളവർക്ക്, വ്യത്യസ്തമായ രാഷ്ട്രീയ ധ്രുവങ്ങളിൽ പരസ്പരം പോരടിക്കുന്നവർക്ക് എങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ അണിനിരക്കാം എന്നുള്ള ചോദ്യം SFI ഉയർത്തി. അത്തരം ചോദ്യങ്ങളെല്ലാം നിരന്തരമായി ഉയർത്തുകയും ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് ആ ക്യാമ്പസിൽ വളരെയധികം ശക്തി പ്രാപിച്ചു തുടങ്ങുകയും ചെയ്ത ഘട്ടത്തിൽ ഞങ്ങളാണ് യഥാർത്ഥ ഇടതുപക്ഷം എന്നുപോലും ഒരു വേള ഇൻഡിപെൻഡൻസ് ക്യാമ്പയിൻ ചെയ്യാൻ തുടങ്ങി. SFI എന്ന് പറയുന്നത് കേവലം മേൽ കമ്മിറ്റികൾക്ക് വിധേയപ്പെട്ട അടിമകളുടെ കൂട്ടമാണെന്നും യഥാർത്ഥ ഇടതുപക്ഷ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്നത് ഞങ്ങളാണെന്നും ബെസ്റ്റ് ലെഫ്റ്റ് ആണ് ഞങ്ങൾ എന്നുള്ള ഒരു ക്യാമ്പയിൻ പോലും അവർ മുന്നോട്ട് വെക്കുകയുണ്ടായി. ഒരു വേള SFIക്കാർ പോലും തമാശക്ക് പറയാറുണ്ട്, ഇനി ഭാവിയിൽ ഞങ്ങളാണ് യഥാർത്ഥ SFI, നിങ്ങൾ SFIക്കാർ ഫേക്കാണ് എന്ന് പോലും ഇവർ പറയാൻ തയ്യാറാകുമോ എന്ന് പരിഹാസ രൂപേണ SFIക്കാർ ചർച്ച ചെയ്യുന്ന നിലയിലേക്ക് ഇൻഡിപെൻഡൻസിന്റെ രാഷ്ട്രീയ പരിണാമം സംഭവിച്ചു. അങ്ങനെ പിടിച്ചു നിൽക്കാൻ ഓരോ കാലത്ത് രൂപപ്പെട്ട പ്രതിസന്ധിയെയും മറികടക്കാൻ ഇൻഡിപെൻഡൻസിന് സാധിച്ചു എന്നുള്ളതാണ്. അതിലേറ്റവും വലിയൊരു പ്രതിസന്ധി ഇൻഡിപെൻഡൻസിനെ സംബന്ധിച്ച് രൂപം കൊള്ളുന്നത് കോവിഡ് കാലത്തും അതിനെ തുടർന്നും നമ്മുടെ ക്യാമ്പസുകൾ അതിശക്തമായി ക്യൂർ പൊളിറ്റിക്സ് ചർച്ച ചെയ്ത് തുടങ്ങിയ ഘട്ടത്തിലാണ്. LGBTQ റൈറ്റ്സിനെ സംബന്ധിച്ച് ക്യാമ്പസ് ചർച്ച ചെയ്ത് തുടങ്ങിയ ഘട്ടത്തിലാണ്. SFI വളരെ ശക്തമായി പുരോഗമന രാഷ്ട്രീയ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മനുഷ്യാവകാശ പ്രശ്നം എന്നുള്ള നിലയിൽ LGBTQ റൈറ്റ്സിനെ സംബന്ധിച്ച് വാചാലരായപ്പോൾ ഇൻഡിപെൻഡൻസിന് അതിൽ നിലപാടെടുക്കേണ്ടി വന്നു. അവർ ചില കൂട്ടായ്മകളെല്ലാം രൂപീകരിച്ച് മടിച്ചെങ്കിലും ആ രാഷ്ട്രീയം ഏറ്റെടുക്കാൻ തയ്യാറായി. അങ്ങനെയാണ് KSU, MSF, ഫ്രട്ടേണിറ്റി, ക്യാമ്പസ് ഫ്രണ്ട് തുടങ്ങിയ രാഷ്ട്രീയ ധാരകളിൽ പെട്ടവരും ഇൻഡിപെൻഡൻസിനകത്തുമുള്ളവരുമായ വിദ്യാർത്ഥികൾക്കിടയിൽ വലിയ ആശയക്കുഴപ്പം രൂപപ്പെടുന്നു. അതിന്റെ തുടർച്ചയിലാണ് 2022 കാലഘട്ടത്തിൽ MSFും KSUവും മറ്റും യൂണിറ്റ് രൂപീകരിക്കാനും LGBTQ റൈറ്റ്സിനെ സംബന്ധിച്ച് പറയുന്ന ഇൻഡിപെൻഡൻസിന് ഞങ്ങൾ പിന്തുണയില്ല എന്ന് പ്രഖ്യാപിക്കാനും തയ്യാറാവുന്നു. 2022 തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും KSU, MSF ചേർന്ന് UDSF എന്ന് പറഞ്ഞ ഏതാനും സീറ്റിൽ മത്സരിക്കും. നേരത്തെ സംഘടിതമായി നിന്നിരുന്ന ഒരു വലതുപക്ഷ രാഷ്ട്രീയ കൂട്ടായ്മയുടെ ഒരു പക്ഷം അതിൽ നിന്ന് പുറത്തുപോയ സാഹചര്യം SFIക്ക് ചില സീറ്റുകളിൽ വിജയിക്കാൻ കാരണമായി. സ്വാഭാവികമായും ഞങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന അനൈക്യം SFIയെ വിജയിപ്പിക്കുമെന്ന് തിരിച്ചറിഞ്ഞവർ വീണ്ടും ഇൻഡിപെൻഡൻസിനെ കൂട്ടിയോജിപ്പിക്കുകയും അവർക്കിടയിൽ തന്നെ റിബലുകളായി രംഗപ്രവേശനം ചെയ്ത ആളുകൾക്ക് വേണ്ടി പ്രത്യേകമായി കമ്മിറ്റി സംവിധാനങ്ങൾ ഫോം ചെയ്യുകയും
MSFകാരെയും KSUക്കാരെയും SFIയുടെ പരാജയത്തെ സംബന്ധിച്ച് കൂടുതൽ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അതിനകത്ത് തന്നെ പിടിച്ചു നിർത്താൻ അവർക്ക് സാധിച്ചു. അങ്ങനെ 2022 രൂപീകരിക്കപ്പെട്ട KSU MSF യൂണിറ്റുകൾ നിർജീവമാവുകയും ഫ്രീസ് ചെയ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ വീണ്ടും ഇൻഡിപെൻഡൻസ് എന്നുള്ള നിലയിൽ SFIയുമായി നേരിട്ട് മത്സരിക്കുന്ന ഘട്ടമുണ്ട്. ആ ഘട്ടത്തിൽ 2024-25 വർഷങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഇൻഡിപെൻഡൻസുമായി നേരിട്ട് മത്സരിച്ച SFIക്ക് പ്രധാനപ്പെട്ട സീറ്റുകളിൽ വിജയിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഫൈൻ ആർട്സ് സെക്രട്ടറിയും സ്പോർട്സ് സെക്രട്ടറിയും ലേഡി വൈസ് ചെയർമാനും UUCയും ഉൾപ്പെടെയുള്ള സീറ്റുകളിൽ SFI വിജയിച്ചു വരുന്ന സാഹചര്യമുണ്ടായി. ഇൻഡിപെൻഡൻസിനോട് നേരിട്ട് രാഷ്ട്രീയം പറഞ്ഞ് SFIക്ക് വിജയിക്കാവുന്ന ഒരു ഘട്ടത്തിലേക്ക് 2022 മുതൽ ഇങ്ങോട്ടുള്ള വർഷങ്ങളിൽ SFI വളർന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുന്നേറ്റത്തിന്റെ ഘട്ടം. ഇൻഡിപെൻഡൻസ് പോലെ അരാഷ്ട്രീയതയും വലതുപക്ഷ രാഷ്ട്രീയവും വർഗീയ രാഷ്ട്രീയവും മൂലധനമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പൊളിറ്റിക്കലായി എങ്ങനെ SFI ടാക്കിൾ ചെയ്തു എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ പരിശോധിക്കുമ്പോഴാണ് SFIയുടെ വിദ്യാർത്ഥി സംഘടനാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ആ ക്യാമ്പസിൽ SFI നടപ്പിലാക്കിയ സംഘടനാ പ്രവർത്തനത്തിന്റെ ആഴം നമുക്ക് ബോധ്യപ്പെടും. SFI യൂണിറ്റ് എന്നുള്ള നിലയിൽ SFIയുടെ കൊടി പിടിച്ച് SFIയുടെ രാഷ്ട്രീയം പറഞ്ഞ് വിദ്യാർത്ഥികളിലേക്ക് നേരിട്ട് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുമ്പോഴുണ്ടാകാവുന്ന പരിമിതികളെ മറികടക്കാൻ വേണ്ടി SFIയുടെ രാഷ്ട്രീയത്തെ വിവിധ പ്ലാറ്റ്ഫോമുകളിലൂടെ വിവിധ സബ് കമ്മിറ്റികളിലൂടെ വിദ്യാർത്ഥികൾക്കിടയിൽ അവതരിപ്പിക്കുക എന്നുള്ള വളരെ സംഘടിതമായ വളരെ സർഗാത്മകമായ ഒരു രീതി SFI ഒരു ഘട്ടത്തിൽ ആ ക്യാമ്പസിൽ അവലംബിച്ച് തുടങ്ങുന്നുണ്ട്. ഏതാണ്ട് 10-ലധികം പ്ലാറ്റ്ഫോമുകൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ SFIയുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു. അതിൽ ഓരോ പ്ലാറ്റ്ഫോമിനും കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. അരാഷ്ട്രീയവാദികളായ വിദ്യാർത്ഥികളെ, വലതുപക്ഷവാദികളായ വിദ്യാർത്ഥികളെ, രാഷ്ട്രീയത്തോട് വിരക്തിയുള്ള വിദ്യാർത്ഥികളെ രാഷ്ട്രീയ ധാരയിലേക്ക് ആകർഷിക്കാനുള്ള വ്യത്യസ്ത ക്യാമ്പയിനുകൾക്ക് ഈ സബ് കമ്മിറ്റികൾ നേതൃത്വം നൽകി. അതിലൊന്നായിരുന്നു ആഴ്ചവട്ടം കൂട്ടായ്മ. എല്ലാ ആഴ്ചകളിലും ഒരു ദിവസം ക്യാമ്പസിന്റെ ഗാർഡനിൽ SFIയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ വട്ടത്തിലിരുന്ന് രാഷ്ട്രീയം സംസാരിച്ചു. ആഴ്ചവട്ടം എന്നുള്ള പേരിട്ടു. അങ്ങനെ നിരന്തരമായി ഓരോ കാലത്തും ഓരോ രാഷ്ട്രീയം. വേൾഡ് കപ്പിന്റെ കാലത്ത് ഫുട്ബോളിന്റെ രാഷ്ട്രീയം, മഹാമാരിയുടെ കാലത്ത് വൈറസുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാഹചര്യത്തെ സംബന്ധിച്ചുള്ള ആഴത്തിലുള്ള ശാസ്ത്രീയ വിശകലനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ചർച്ചകൾ, സംവരണത്തെ സംബന്ധിച്ചുള്ള ചർച്ചകൾ, ഉന്നത വിദ്യാഭ്യാസ മേഖല നേരിട്ടുകൊണ്ടിരിക്കുന്ന അനേകം പ്രശ്നങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചകൾ, നിരവധിയായ രാഷ്ട്രീയ ചർച്ചകൾ ഓരോ ആഴ്ചയും ഏറ്റെടുക്കുന്ന നിലയിൽ ആഴ്ചവട്ടം കൂട്ടായ്മകൾ SFI സംഘടിപ്പിച്ചു. വട്ടത്തിലും ചതുരത്തിലും ത്രികോണത്തിലും ഇരുന്ന് എന്തൊക്കെയോ പുലമ്പുന്നവർ എന്നാണ് ആഴ്ചവട്ടം സംഘടിപ്പിക്കുന്ന SFIക്കാർക്കെതിരായി ഇൻഡിപെൻഡൻസ് നടത്തിയ ആക്ഷേപം. എന്നാൽ ആ ചർച്ചയുടെ വികാസത്തിനനുസരിച്ച് കൂടുതൽ വിദ്യാർത്ഥികൾ അത്തരം ചർച്ചകളിലേക്ക് ആകർഷിക്കപ്പെട്ട ഘട്ടത്തിൽ ഇൻഡിപെൻഡൻസ് കൂട്ടായ്മക്ക് പോലും അത്തരം ചർച്ചാവേദികൾ ഭാവിയിൽ രൂപീകരിക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന് അപ്പോത്തക്കിരി കൂട്ടായ്മയായിരുന്നു. മെഡിക്കൽ വിദ്യാർത്ഥികൾ കേവലം വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ ഭാവിയിലെ പ്രൊഫഷണലുകളോ ഡോക്ടർമാരോ എന്നുള്ളതിൽ നിന്നപ്പുറത്ത് ജനകീയരായ ഡോക്ടർമാർ, ജനകീയ ആരോഗ്യ പ്രവർത്തകർ എന്നുള്ളൊരു കൂട്ടായ്മയാണ് അപ്പോത്തിക്കിരി മുന്നോട്ട് വെച്ചത്. സോഷ്യലിസ്റ്റ് രാജ്യങ്ങളിൽ നടപ്പിലാക്കപ്പെടുന്ന നിലയിലുള്ള ചൈനീസ് മോഡലിലെല്ലാം നമുക്ക് പറയാവുന്ന ഒരു തരം ജനകീയ ഡോക്ടർമാരെ സൃഷ്ടിക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് SFI മുന്നോട്ട് വെച്ചത്. അതിന് SFI ഒരു മുദ്രാവാക്യമായി മുന്നോട്ട് വെച്ചത് ലോക പ്രശസ്ത ജർമ്മൻ പാത്തോളജിസ്റ്റായ വിർഷോയുടെ ഒരു വാചകമാണ്. അദ്ദേഹത്തിന്റെ ഒരു മഹത് വചനമാണ്. അതിങ്ങനെയായിരുന്നു: മെഡിസിൻ ഈസ് എ സോഷ്യൽ സയൻസ്, പൊളിറ്റിക്സ് ഈസ് നത്തിങ് ബട്ട് മെഡിസിൻ ഓൺ എ ലാർജ് സ്കെയിൽ എന്ന മുദ്രാവാക്യം ഉയർത്തി മരുന്ന് കേവലം മനുഷ്യന്റെ ശരീരത്തിന് മാത്രം നൽകേണ്ട ഒന്നല്ലെന്നും ഒരു ഡോക്ടറുടെ മുന്നിൽ എത്തിച്ചേരുന്ന ഓരോ രോഗിയും വ്യത്യസ്ത സാമൂഹിക പ്രതിനിധാനങ്ങളുടെ ഭാഗമാണെന്നും അവന്റെ ഭക്ഷണവും അവന്റെ പാർപ്പിടവും അവന്റെ ചുറ്റുപാടും അവന്റെ വർഗഘടനയും എല്ലാം ആ രോഗിയുടെ രോഗാവസ്ഥയെ പോലും സ്വാധീനിക്കുന്നുണ്ടെന്നും മരുന്ന് ശരീരത്തിന് നൽകുന്നതിനപ്പുറം ആ മനുഷ്യന്റെ ജീവിത ചുറ്റുപാടുകളെ മനസ്സിലാക്കി രോഗിയുമായി മികച്ചൊരു റാപ്പോ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഡോക്ടർ ആവുക എന്നുള്ളത് വളരെ പ്രധാനമാണെന്നും SFI ഒരാശയം എന്നുള്ള നിലയിൽ മുന്നോട്ട് വെച്ചു. ജനകീയ ആരോഗ്യ പ്രസ്ഥാനങ്ങളുടെ മാതൃകകളെ ക്യാമ്പസിന് മുന്നിൽ SFI ചർച്ചയ്ക്ക് വിധേയമാക്കി. ലോകം കണ്ട ഏറ്റവും മികച്ച വിപ്ലവകാരിയായ ഡോക്ടർ, എ റവല്യൂഷണറി ഡോക്ടർ എന്ന് വിളിക്കാവുന്ന സഖാവ് ഏണസ്റ്റോ ചെഗുവേരയുടെ രാഷ്ട്രീയം ആ ക്യാമ്പസിനോട് തുടർച്ചയായി SFIക്കാർ സംവദിച്ചു. അങ്ങനെയാണ് അപ്പോത്തക്കിരിയുടെ നേതൃത്വത്തിൽ സ്കൂളുകളിലും പൊതുജനങ്ങൾ തിങ്ങിച്ചേരുന്ന ബസ് സ്റ്റാൻഡുകളിലും ബസ് സ്റ്റോപ്പുകളിലും എല്ലായിടങ്ങളിലേക്കും ഇറങ്ങിച്ചെന്നുകൊണ്ട് മെഡിക്കൽ അവയർനെസ് പരിപാടികൾ SFI സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ദുരന്ത മുഖങ്ങളിലേക്ക് മെഡിക്കൽ യൂണിറ്റുകളുമായി
SFI പ്രവർത്തകരെ എത്തിച്ചത്. അങ്ങനെ അപ്പോത്തക്കിരി ഒരു വലിയ സാധ്യതയായി ജനകീയ ആരോഗ്യ പ്രസ്ഥാനത്തിന്റെ മാതൃകയായി ആ ക്യാമ്പസിൽ പ്രവർത്തിച്ചു. വിദ്യാർത്ഥികളുടെ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി സംസ്കാര എന്ന ഒരു സബ് കമ്മിറ്റി പ്രവർത്തിച്ചു. കായിക പ്രവർത്തനങ്ങളെയും അഡ്വഞ്ചർ മേഖലയെയും ഉൾക്കൊള്ളുന്ന നിലയിൽ അഡ്രിനോ എന്ന് പറയുന്ന ഒരു ക്ലബ്ബ് പ്രവർത്തിച്ചു. ക്യാമ്പസിൽ ഓരോ വിദ്യാർത്ഥിയും ആഘോഷിക്കുന്ന അവന്റെ പിറന്നാൾ ആഘോഷം സമൂഹത്തിന്റെ വിവിധ തുറയിൽപ്പെട്ട മനുഷ്യരോടൊപ്പം ആഘോഷിക്കുന്ന നിലയിൽ വൃദ്ധസദനങ്ങളിലും കെയർ ഹോമുകളിലും എല്ലാം ആഘോഷിക്കുന്ന നിലയിൽ ബർത്ത്ഡേ ബ്ലിസ് എന്ന ഒരു പദ്ധതി ആവിഷ്കരിച്ചു. സിനിമയിലൂടെ രാഷ്ട്രീയം സംവദിക്കുന്ന നിലയിൽ സിനിമ കൊട്ടക എന്നൊരു പ്ലാറ്റ്ഫോമിന് നേതൃത്വം നൽകി. വിദ്യാർത്ഥികളുടെ സാഹിത്യ അഭിരുചികൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് ആൽക്കമി എന്നുള്ള പേരിൽ ഒരു ക്ലബ്ബ് പ്രവർത്തിച്ചു. സ്പന്ദനം എന്നുള്ള പേരിൽ ഒരു വാൾ മാഗസിൻ തന്നെ SFIയുടെ നേതൃത്വത്തിൽ ആ ക്യാമ്പസിൽ എല്ലാ വർഷവും ഇടതടവില്ലാതെ പ്രസിദ്ധീകരിച്ചു കൊണ്ടേയിരുന്നു. ജെൻഡർ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന നിലയിൽ ഫിനോമിനൽ ഹ്യൂമൻ എന്ന ഒരു ക്ലബ്ബ് പ്രവർത്തിച്ചു. നാടക കൂട്ടായ്മകൾ രൂപീകരിക്കുന്നതിനും വിദ്യാർത്ഥികളിലെ അഭിനയ കലയെ മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടി റാന്തൽ എന്നൊരു കൂട്ടായ്മ പ്രവർത്തിച്ചു. ഇതിനുമെല്ലാം അപ്പുറത്ത് ക്യാമ്പസിലേക്ക് എത്തിച്ചേരുന്ന വ്യത്യസ്ത വർഗഘടനകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിന്റെ എല്ലാ നിലയിലുമുള്ള അവസരങ്ങൾ ലഭ്യമാക്കുന്ന നിലയിൽ, ഗൈഡൻസ് ലഭ്യമാക്കുന്ന നിലയിൽ, പഠന സഹായം നൽകുന്ന നിലയിൽ, ഒരു സോഷ്യലിസ്റ്റ് മാതൃകയിൽ എല്ലാവർക്കും വിദ്യാഭ്യാസം എന്നുള്ള ഒരു ആശയത്തെ പ്രാവർത്തികമാക്കുന്ന നിലയിൽ ഫുൾ പാസ് CMC എന്നുള്ള നിലയിൽ ഒരു അക്കാഡമിക് ക്ലബ്ബ് പ്രവർത്തിച്ചു. ഇങ്ങനെ വ്യത്യസ്തമായ 10-ലധികം വരുന്ന പ്ലാറ്റ്ഫോമുകളിലൂടെ SFIയുടെ രാഷ്ട്രീയം വിദ്യാർത്ഥികളുമായി നിരന്തരം സംവദിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ നടത്തിയ വലിയ സംഘാടനത്തിലൂടെയാണ് ഇൻഡിപെൻഡൻസിനെ നേരിട്ട് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്താവുന്ന ഒരു ശക്തി എന്നുള്ള നിലയിലേക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ SFI വളരുന്നതും വികസിക്കുന്നതും ഇന്ന് വലിയ വിജയത്തിലേക്ക് കാലെടുത്തു വെക്കുന്നതും. ജീവിതത്തിന്റെ ഓരോ അംശത്തിലും രാഷ്ട്രീയം ഇടപെടുന്നുണ്ട് എന്ന് ആ ക്യാമ്പസിലെ വിദ്യാർത്ഥികളോട് SFIക്കാർ നിരന്തരം സംവദിച്ചുകൊണ്ടേയിരുന്നു. നാം രാഷ്ട്രീയത്തിൽ ഇടപെട്ടില്ല എങ്കിൽ രാഷ്ട്രീയം നമ്മളിൽ ഇടപെടുമെന്ന ലെനിന്റെ വാചകം ആ ക്യാമ്പസിനോട് നിരന്തരം പറഞ്ഞുകൊണ്ടേയിരുന്നു. നമ്മുടെ അരിയിലും തുണിയിലും വരെ രാഷ്ട്രീയമുണ്ടെന്ന് പറഞ്ഞു. അരിയിൽ രാഷ്ട്രീയമുണ്ടെന്ന് SFIക്കാർ പ്രസംഗിച്ചപ്പോൾ അതിനെ പുച്ഛിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് ഇൻഡിപെൻഡൻസ് പറഞ്ഞത് അരിയിൽ രാഷ്ട്രീയമില്ല, കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും മാത്രമേ ഉള്ളൂ എന്നാണ്. അതിന് വലിയ കയ്യടിയാണ് ലഭിച്ചത്. നിരാഹാരം കിടന്ന SFI സഖാക്കളോട് എന്തിനാണ് ഇവർ പട്ടിണി കിടക്കുന്നത് എന്നാണ് അവർ ചോദിച്ചത്. രോഹിത് വെമൂലയുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡറിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്താകമാനം അലയടിച്ച ഒരു വിദ്യാർത്ഥി സമരത്തിന്റെ തുടർച്ചയിൽ ഉപവാസമിരുന്ന SFI പ്രവർത്തകരെ പുച്ഛിക്കാനും പരിഹസിക്കാനും അവർ തയ്യാറായി. എന്നാൽ കാലത്തിന്റെ വളർച്ചയ്ക്കിടയിൽ അരിയിൽ രാഷ്ട്രീയമുണ്ടെന്ന് പറഞ്ഞതിനെ പുച്ഛിച്ചവർ SFIയുടെ രാഷ്ട്രീയ ക്യാമ്പയിനുകളുടെ തുടർച്ചയിൽ ബീഫ് നിരോധനത്തിന്റെ വലിയ കോലാഹലങ്ങൾ ഇന്ത്യ രാജ്യത്ത് ഉയർന്നപ്പോൾ ബീഫ് ഫെസ്റ്റിവൽ പോലും സംഘടിപ്പിക്കാൻ നിർബന്ധിതമായി എന്നുള്ളതാണ് SFI രാഷ്ട്രീയം പടിപടിയായി ആ ക്യാമ്പസിൽ വളർന്നതിന്റെ ഏറ്റവും മികച്ച സൂചകങ്ങളിൽ ഒന്നായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഒരു അരാഷ്ട്രീയ വിദ്യാർത്ഥി സംഘടന തുടർച്ചയായി ഒരു ക്യാമ്പസിൽ അധികാരത്തിലിരിക്കുമ്പോൾ ആ ക്യാമ്പസിന് ന്യായമായി ലഭിക്കേണ്ട അനേകം അവകാശങ്ങൾ കൂടിയാണ് ഹനിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. എല്ലാ ക്യാമ്പസുകളും സമൂഹത്തിന്റെ മിനിയേച്ചറുകളാണ്. പൊതുസമൂഹത്തിന്റെയും ഭരണകൂടങ്ങളുടെയും ഗവൺമെന്റുകളുടെയും എല്ലാം പിന്തുണയോടുകൂടിയാണ് ഏതൊരു ക്യാമ്പസും മുന്നോട്ട് പോവുക. സ്വാഭാവികമായും ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിനും പൊതുസമൂഹത്തിൽ നിന്നും ഭരണകൂടങ്ങളിൽ നിന്നും അനേകം അവകാശങ്ങൾ നേടിയെടുക്കാനുണ്ട്. എന്നാൽ പൊതു രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായി യാതൊരു തരത്തിലും ബന്ധത്തിലേർപ്പെടാത്ത ഒരു അരാഷ്ട്രീയ കൂട്ടായ്മയ്ക്ക് ഈ ക്യാമ്പസിന് വേണ്ടി പലതും നേടിയെടുക്കാൻ പല കാലങ്ങളിൽ സാധിച്ചില്ല. ഭരണത്തിലിരിക്കുമ്പോൾ ബാർഗെയിൻ ചെയ്തും പ്രതിപക്ഷത്തിരിക്കുമ്പോൾ സമരം ചെയ്തും വിദ്യാർത്ഥി സംഘടനകൾ അനേകം അവകാശങ്ങൾ നേടിയെടുക്കാറുണ്ട്. അത്തരം അവകാശങ്ങളോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന സമീപനം പലപ്പോഴും ഈ അരാഷ്ട്രീയ കൂട്ടായ്മ സ്വീകരിച്ചു എന്നുള്ളത് കൊണ്ട് കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൽ അധികാരത്തിലിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിൽ നിന്ന് നിരവധിയായ അവകാശങ്ങൾ SFIയുടെ സ്വതന്ത്രമായ സംഘടനാ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ആ ക്യാമ്പസിലേക്ക് കൊണ്ടുവരാൻ SFIക്ക് സാധിച്ചു. സമരങ്ങളിലൂടെയും അനേകം അവകാശങ്ങൾ നേടിയെടുക്കാൻ SFIക്ക് സാധിച്ചു. ഇങ്ങനെ പൊതുസമൂഹത്തിൽ നിന്നും ഭരണകൂടത്തിൽ നിന്നും നമ്മുടെ ക്യാമ്പസിന് ലഭിക്കേണ്ട അവകാശങ്ങളെ സംബന്ധിച്ച് ക്യാമ്പസിനെ ബോധ്യപ്പെടുത്താൻ SFIക്ക് സാധിച്ചു എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ എല്ലാ ഘട്ടത്തിലും SFIയുടെ രാഷ്ട്രീയം വിദ്യാർത്ഥികൾക്കിടയിൽ കൂടുതൽ സ്വീകാര്യമാകാൻ കാരണമായി. പൊതുരാഷ്ട്രീയ മണ്ഡലത്തിൽ ഇടപെടുന്നവരെയും വ്യത്യസ്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തെയും SFI അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനയുടെ ജില്ലാ സംസ്ഥാന നേതൃത്വത്തെയും
വളരെ അവഗണനയോടും പുച്ഛത്തോടും കൂടിയാണ് ഇൻഡിപെൻഡൻസുകാർ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. പുറമേ നിന്ന് വരുന്നവർ, എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസേഴ്സ് എന്നുള്ള നിലയിലാണ് SFIയുടെ നേതാക്കളെ പലപ്പോഴും മുദ്രകുത്തിയത്. മുണ്ടുടുത്ത് വരുന്നവർ, ക്യാമ്പസിൽ നിന്ന് വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ച് അടിമകളാക്കി മാറ്റുന്നവർ, ക്യാമ്പസിലെ വിദ്യാർത്ഥികളുടെ സ്വതന്ത്രമായ ചിന്താശേഷിയെ നശിപ്പിക്കുന്നവർ എന്നെല്ലാം ആക്രോശിച്ചുകൊണ്ടാണ് പൊതുവിദ്യാഭ്യാസ മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്ന SFIയുടെ വിദ്യാർത്ഥി നേതാക്കളെ ക്യാമ്പസിൽ ചിത്രീകരിക്കാൻ ഇവർ ശ്രമിച്ചത്. കൃത്യമായി പറഞ്ഞാൽ രാജ്യദ്രോഹി എന്ന, ദേശവിരുദ്ധർ എന്ന സംഘപരിവാരം മുന്നോട്ട് വെക്കുന്ന ആശയത്തിന് സമാനമായ നിലയിൽ CMC വിരുദ്ധർ, CMC ദ്രോഹികൾ എന്നെല്ലാം നിലയിൽ SFIക്കാരെ ചിത്രീകരിക്കുന്നതിൽ ഇൻഡിപെൻഡൻസ് പല ഘട്ടത്തിലും വിജയിച്ചു. ഒരു ദേശീയവാദം എന്നുള്ള നിലയിൽ ഇൻഡിപെൻഡൻസ് എന്നാൽ ക്യാമ്പസ് ആണെന്നും ക്യാമ്പസിന്റെ നേതൃത്വമാണെന്നും ക്യാമ്പസിൽ ജീവിക്കുന്നവരും നിലനിൽക്കുന്നവരും ക്യാമ്പസിന്റെ നേരവകാശികളും ഇൻഡിപെൻഡൻസ് ആണെന്നും SFIക്കാർ എന്നാൽ അവർക്ക് ക്യാമ്പസിനേക്കാൾ പ്രധാനം അവരുടെ സംഘടനയാണെന്നും അവരുടെ രാഷ്ട്രീയമാണെന്നും മുദ്രകുത്താൻ ഇവർക്ക് സാധിച്ചു. അങ്ങനെ ക്യാമ്പസ് വിരുദ്ധരായ, ക്യാമ്പസിന്റെ പൊതു താല്പര്യത്തിനേക്കാൾ അപ്പുറത്ത് സംഘടനയുടെ രാഷ്ട്രീയ താല്പര്യം ഉയർത്തിപ്പിടിക്കുന്നവർ എന്നുള്ള നിലയിൽ ചിത്രീകരിച്ച് ക്യാമ്പസിന്റെ മുഖ്യധാരയിൽ നിന്ന് നിരന്തരം അകറ്റി നിർത്താൻ SFIക്കാരെ മാറ്റി നിർത്താൻ അവർ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഇങ്ങനെയാണ് തുടർച്ചയായി 23 വർഷക്കാലം SFI ആ ക്യാമ്പസിൽ നിന്ന് പരാജയപ്പെടുന്നത്. ആ പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് അരാഷ്ട്രീയവാദത്തെയും വലതുപക്ഷ രാഷ്ട്രീയത്തെയും വർഗീയ രാഷ്ട്രീയത്തെയും നിരന്തരമായി രാഷ്ട്രീയം പറഞ്ഞും പ്രവർത്തിച്ചും സംഘടനാവൽക്കരിച്ചും സമരം ചെയ്തുമാണ് വിദ്യാർത്ഥികൾക്കിടയിൽ SFI ഇന്ന് വിജയിക്കുന്ന ഒരു സംഘടനയായി മാറിയത്. ഏതാണ്ട് 700-ലധികം വരുന്ന ക്യാമ്പസിലെ MD വിദ്യാർത്ഥികളെ, ക്യാമ്പസിലെ PG വിദ്യാർത്ഥികളെ നിരന്തരമായി SFIയിൽ നിന്ന് അകറ്റാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ അവർ ഏറ്റെടുത്തു. ഇൻഡിപെൻഡൻസുകാരായി ക്യാമ്പസിൽ നിന്ന് MBBS കഴിഞ്ഞ് വീണ്ടും PGക്ക് അതേ ക്യാമ്പസിൽ അഡ്മിഷൻ എടുക്കുന്നവർ SFIക്കെതിരായ വലിയ പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകി. അതോടൊപ്പം തന്നെ PG വിദ്യാർത്ഥികളുടെ യാതൊരു പ്രശ്നവും അഡ്രസ് ചെയ്യാതെ ഒരേ സമയം തൊഴിലെടുക്കുകയും ഒരേ സമയം പഠിക്കുകയും ചെയ്യുന്ന, ഇരട്ട ബാധ്യതകൾ നിർവഹിക്കേണ്ടി വരുന്ന ആ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളൊന്നും അഡ്രസ് ചെയ്യാതെ ഇൻഡിപെൻഡൻസിന്റെ സ്ഥാനാർത്ഥികളെ വ്യത്യസ്ത കോഡുകളിലൂടെ മാത്രം പഠിപ്പിച്ചുകൊണ്ട് വോട്ട് ചെയ്തു പോകുന്നവരായ ഒരു വോട്ട് ബാങ്കായി നിലനിർത്താനാണ് ഇൻഡിപെൻഡൻസ് ശ്രമിച്ചത്. എന്നാൽ SFI അതിൽ നിന്ന് വ്യത്യസ്തമായി ഓരോ PG വിദ്യാർത്ഥിയുടെയും പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് ഡിപ്പാർട്ട്മെന്റ് അടിസ്ഥാനത്തിൽ PG മാനിഫെസ്റ്റോ തന്നെ പ്രസിദ്ധീകരിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ PG വിദ്യാർത്ഥികളുടെ അവകാശ പ്രശ്നങ്ങൾ ഉന്നയിച്ചത്. അതിലേറ്റവും സവിശേഷമായ പ്രശ്നമായിരുന്നു സൈക്കാട്രി ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായ സംഭവം. സൈക്കാട്രി വിദ്യാർത്ഥികളായ PG വിദ്യാർത്ഥികൾ അവരുടെ അധ്യാപകരിൽ നിന്ന് നിരവധിയായ പീഡനങ്ങൾ, മാനസികമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ട സ്ഥിതിയുണ്ടായി. ആ വിഷയത്തിൽ യൂണിയന്റെ ഭാഗത്തു നിന്ന് ഒരു നിലപാടും സ്വീകരിക്കാൻ ഇൻഡിപെൻഡൻസ് തയ്യാറായില്ല. SFI ശക്തമായ സമരം ഏറ്റെടുത്ത് അതിനെതിരായി മുന്നോട്ട് പോയി. ആ ക്യാമ്പസിലെ PG വിദ്യാർത്ഥികൾ നേരിടുന്ന മാനസിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള SFIയുടെ നിരന്തരമായ ഇടപെടലുകൾ PG വിദ്യാർത്ഥികൾക്കിടയിൽ വലിയ സ്വീകാര്യത SFIക്ക് വർദ്ധിപ്പിച്ചു എന്നുള്ളതും ഈ തെരഞ്ഞെടുപ്പിൽ SFIയെ വിജയത്തിലേക്ക് എത്തിക്കുന്നതിൽ നിർണായകമായ സ്വാധീനം ചെലുത്തിയ ഒരു ഘടകമാണ്. ഇത്തവണ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ SFI യൂണിയൻ അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യമായി SFI ചെയ്ത പ്രവൃത്തികൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? SFIയുടെ വിജയ പതാകയായി ഡോക്ടർ ഏണസ്റ്റോ ചെഗുവേരയുടെ ചിത്രം പതിപ്പിച്ച പതാകയാണ് SFIക്കാർ ക്യാമ്പസിൽ വീശിയത്. ഒരു വിപ്ലവകാരിയായ ഡോക്ടറാവുക എന്ന ലോകത്തിനു മുന്നിൽ ഏറ്റവും വലിയ മാതൃക സമ്മാനിച്ച ഏണസ്റ്റോ ചെഗുവേരയുടെ രാഷ്ട്രീയമാണ് ആ ക്യാമ്പസ് ഏറ്റെടുത്തത്. സ്വാഭാവികമായും ആ ക്യാമ്പസിലെ വിദ്യാർത്ഥികളുടെ യൂണിയൻ റൂമിൽ SFI അധികാരത്തിൽ നിന്ന് പരാജയപ്പെട്ട ഘട്ടത്തിൽ ഇൻഡിപെൻഡൻസുകാർ എടുത്തു മാറ്റിയ ചെഗുവേരയുടെ ചിത്രം സ്ഥാപിക്കാൻ SFI തയ്യാറായി. തെരഞ്ഞെടുപ്പിൽ SFI വിജയിച്ചതിന് ശേഷം യൂണിയൻ റൂം ഓപ്പൺ ചെയ്ത ഘട്ടത്തിൽ 2004 SFI പരാജയപ്പെട്ടപ്പോൾ ഇൻഡിപെൻഡൻസുകാർ എടുത്തു മാറ്റിയ ഡോക്ടർ ഏണസ്റ്റോ ചെഗുവേരയുടെ ചിത്രം ആ ക്യാമ്പസിലെ ചുവരിൽ SFI പതിപ്പിച്ചു. അംബേദ്കറുടെ ചിത്രം പതിപ്പിച്ചു. മഹാത്മാഗാന്ധിയുടെ ചിത്രവും വെച്ചു. SFI കൃത്യമായ രാഷ്ട്രീയം മുന്നോട്ട് വെച്ചു. മഹാത്മാഗാന്ധിയുടെയും അംബേദ്കറിന്റെയും ചെഗുവേരയുടെയും ഭഗത് സിംഗിന്റെയും രാഷ്ട്രീയമാണ് SFIയുടെ രാഷ്ട്രീയം. എന്നാൽ തൊട്ടു പിറ്റേ ദിവസങ്ങളിൽ ആ ക്യാമ്പസിൽ ഇൻഡിപെൻഡൻസുകാരും KSU രാഷ്ട്രീയമുള്ളവരും MSF രാഷ്ട്രീയമുള്ളവരും എല്ലാം ഉയർത്തിവിട്ട ഒരു ചർച്ച, ചെഗുവേരയുടെ രാഷ്ട്രീയം ആ യൂണിയൻ റൂമിൽ വെക്കുന്നതോടുകൂടി SFI ക്യാമ്പസിലെ യൂണിയനെ സമ്പൂർണ്ണമായി രാഷ്ട്രീയവൽക്കരിക്കുകയാണ് എന്നൊരു നെറേറ്റീവാണ് സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിച്ചത്. അതിനുവേണ്ടി ഇൻഡിപെൻഡൻസ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം,
ക്യാമ്പസിലെ എല്ലാ വാട്സപ്പ് ഗ്രൂപ്പുകളിലും എല്ലാ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലും പോളുകൾ നടത്തി, ഒരു ജനഹിതം നടത്തി. ചെഗുവേരയുടെ ചിത്രം വെക്കണമോ വെക്കണ്ടേ എന്നുള്ള ക്യാമ്പസിന്റെ അഭിപ്രായം രൂപീകരിച്ച് വിദ്യാർത്ഥികളുടെ ഭൂരിപക്ഷ അഭിപ്രായത്തിനനുസരിച്ച് ആ ക്യാമ്പസിന്റെ യൂണിയന്റെ ചുവരിൽ നിന്ന്, യൂണിയൻ ഓഫീസിന്റെ ചുവരിൽ നിന്ന് ചെഗുവേരയുടെ ചിത്രം എടുത്തു മാറ്റണമെന്നാണ്. എന്നാൽ SFI ഇപ്പോഴും പറയുന്നത് ചെഗുവേരയെ പോലെ ലോകം കണ്ട ഒരു മഹാനായ ഡോക്ടറെ, ഒരു വിപ്ലവകാരിയെ അനുസ്മരിച്ചു കൊണ്ട് മാത്രമേ ഞങ്ങളുടെ യൂണിയന്റെ രാഷ്ട്രീയം ഞങ്ങൾക്ക് മുന്നോട്ട് വെക്കാനാകൂ എന്നുള്ളതാണ്. അങ്ങനെ SFI പറഞ്ഞ ഘട്ടത്തിൽ ഇൻഡിപെൻഡൻസ് ചോദിച്ച ചോദ്യമാണ്, ഇൻഡിപെൻഡൻസിനകത്ത് തന്നെ പ്രവർത്തിക്കുന്ന MSFകാരും KSUക്കാരും ചോദിച്ച ചോദ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വളരെ ആശങ്കയോടുകൂടി നാം കാണുന്നു. അതാണ്, ഒരു പൊതുപ്രവർത്തകനായ വിപ്ലവകാരിയായ ഡോക്ടറെ നിങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിൽ RSSന്റെ ആചാര്യനായ ഹെഡ്ഗവാർ എന്ന ഡോക്ടറുടെ ചിത്രവും നിങ്ങൾ ആ റൂമിൽ വെക്കണം എന്നാണ് ഒരു ഇൻഡിപെൻഡൻസുകാരൻ ആ ക്യാമ്പസിലെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ പറഞ്ഞത്. ഹെഡ്ഗവാറിന്റെ രാഷ്ട്രീയത്തെ പോലും എൻഡോസ് ചെയ്യുന്ന, സംഘപരിവാരത്തിന്റെ രാഷ്ട്രീയത്തെ പോലും ഉൾക്കൊള്ളാൻ തയ്യാറാകുന്ന, എന്നാൽ ചെഗുവേരയുടെ രാഷ്ട്രീയം ഞങ്ങൾ തള്ളിക്കളയുമെന്ന് പ്രഖ്യാപിക്കുന്ന ഇടതുവിരുദ്ധ രാഷ്ട്രീയത്തിന്റെ ഒരു വശത്ത് ഒരുമിച്ച് ചേരാവുന്ന എല്ലാതരം കൂട്ടായ്മകളുമാണ് ഇൻഡിപെൻഡൻസ് എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് ഉറപ്പിച്ച് പറയാനാകും. അതുകൊണ്ട് തന്നെ ഇത് കേവലം ഒരു ക്യാമ്പസ് പശ്ചാത്തലം മാത്രമല്ല. ഇക്കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ പോലും കേരളത്തിൽ ഇടതുപക്ഷത്തിനെതിരായി രൂപം കൊണ്ടിട്ടുള്ള വിശാലമായ വലതുപക്ഷ രാഷ്ട്രീയ കുറുമുന്നണി ഇത്തരം കൂട്ടായ്മയുടെ തന്നെ വിപുലീകരണമായി നമുക്ക് കാണാനാകും. എന്താണ് വിമോചന സമരത്തിൽ നാം കണ്ടത്? ആ കൂട്ടായ്മയുടെ വിപുലീകരണമായി മാത്രമേ നാം ഇതിനെ കാണാനാവൂ. ഇടതുപക്ഷം ശക്തമായി വേരൂന്നിയ കേരളക്കര പോലെ ഒരു നാട്ടിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനെതിരായി രൂപം കൊള്ളാവുന്ന എല്ലാ ശക്തികളും സാധ്യമായ സന്നാഹങ്ങൾ ഉപയോഗിച്ച് എവിടെയും രൂപീകരിക്കപ്പെടുമെന്നും അവർ ഐക്യനിരയായി പ്രവർത്തിക്കുകയും ചെയ്യുമെന്നുള്ളതിന്റെ സൂചകമാണ് കഴിഞ്ഞ 23 വർഷമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ യൂണിയൻ അധികാരത്തിലിരുന്ന ഇൻഡിപെൻഡൻസ് എന്ന സംവിധാനം. ആ സംവിധാനത്തിന്റെ തുടർച്ചകൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് മറ്റെല്ലാ മെഡിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും വളർത്താനുള്ള ശ്രമവും ഉണ്ടായി. അത് ചില ഘട്ടങ്ങളിലെല്ലാം വിജയിക്കുകയും ചെയ്തു. തൃശൂർ മെഡിക്കൽ കോളേജിലെ സ്റ്റുഡൻസ് യൂണിയനും, മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഇൻഡിപെൻഡൻസ് യൂണിയനും, എറണാകുളം മെഡിക്കൽ കോളേജിലെ യൂണിറ്റിയും എല്ലാം ഇതിന്റെ ഉദാഹരണങ്ങളാണ്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ SFI വളരെ അഭിമാനത്തോടു കൂടി കാണുന്നത് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഇൻഡിപെൻഡൻസ് യൂണിയനെ പരാജയപ്പെടുത്തി SFI അധികാരത്തിൽ വന്നു എന്നുള്ളതാണ്. മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിലെ വിദ്യാർത്ഥികളെ അരാഷ്ട്രീയവൽക്കരിച്ചിരുന്ന ഇത്തരം കൂട്ടായ്മകളെ പരാജയപ്പെടുത്തി തൃശൂർ മെഡിക്കൽ കോളേജിൽ SFI എതിരില്ലാതെ തന്നെ വിജയിച്ചു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ രാഷ്ട്രീയം പ്രധാനമാണ് എന്നുള്ളൊരു ചിന്തയിലേക്ക് പുതിയ തലമുറ മാറുന്നു എന്നുള്ളതാണ്. ജെൻസിക്ക് രാഷ്ട്രീയമില്ല, ജെൻസി അരാഷ്ട്രീയവാദികളാണ്, ജെൻസി അപ്പൊളിറ്റിക്കലാണ് എന്നെല്ലാം നിരന്തരം പറയാൻ ശ്രമിക്കുന്ന വലതുപക്ഷ യുക്തിയോട് ജെൻസിക്ക് രാഷ്ട്രീയമുണ്ട്, പുതിയ തലമുറക്ക് രാഷ്ട്രീയമുണ്ട്. അവർ ഇടതുപക്ഷത്തിന്റെ മതനിരപേക്ഷവും ജനാധിപത്യവും സോഷ്യലിസവും എല്ലാം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ കാഴ്ചപ്പാടുകളിൽ ആകൃഷ്ടരാകുന്നുണ്ട് എന്നുള്ള വലിയ സന്ദേശമാണ് ഈ തെരഞ്ഞെടുപ്പ് നൽകുന്നത്. മെഡിക്കൽ കോളേജിൽ നിന്ന്, കോഴിക്കോട് നിന്ന് ആരംഭിച്ച ഈ വലിയ വിജയത്തിന്റെ തുടർച്ച കേരളത്തിലെ മെഡിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മാത്രമല്ല, കേരളത്തിലെ പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും എല്ലാ ക്യാമ്പസുകളിലും പ്രതിഫലിപ്പിക്കാൻ ഈ അധ്യയന വർഷത്തിന്റെ തുടർച്ചയിൽ SFIക്ക് സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേരളത്തിന്റെ പൊതുരാഷ്ട്രീയ മണ്ഡലത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ SFI നേടിയ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് എന്താണ് പ്രസക്തി എന്നുള്ള ചോദ്യമുണ്ട്. കേരളക്കരയിൽ ഇടതുപക്ഷം അവസാനിച്ചു എന്ന് വിധി എഴുതുന്നവരോട്, കേരളത്തിൽ SFIക്ക് ഇനി യാതൊരു പ്രസക്തിയുമില്ല, ഇടതുപക്ഷ രാഷ്ട്രീയം തന്നെ ദുർബലമായിരിക്കുന്ന ക്യാമ്പസുകളിൽ SFIക്ക് എന്താണ് പ്രസക്തി എന്ന് ചോദിക്കുന്നവരോട്, കേരളത്തിൽ ഒരു ഭരണ സംവിധാനമായി ഭാവിയിൽ ഇടതുപക്ഷം തിരിച്ചു വരില്ല എന്ന് കരുതുന്നവരോട് ഇടതുപക്ഷം തീർന്നു പോയിട്ടില്ലെന്നും കൊടിയെടുത്ത് സമരം ചെയ്ത് മുദ്രാവാക്യം മുഴക്കി ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് സംഘടിച്ച് സുശക്തമായ നിലയിൽ കേരളത്തിലെ ക്യാമ്പസുകളിലും തെരുവുകളിലും ഇടതുപക്ഷം ഉണ്ടാകുമെന്നുള്ള വലിയ സന്ദേശമാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിലൂടെ നാം മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ യാതൊരു സംശയവും വേണ്ട, കേരളത്തിന്റെയും ഇന്ത്യയുടെയും ഭാവി രാഷ്ട്രീയത്തിൽ മതവർഗീയ രാഷ്ട്രീയത്തിന്റെയും വലതുപക്ഷ പ്രതിലോമതയുടെയും അന്തകരായി ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ചുണക്കുട്ടികൾ അതിശക്തമായ രാഷ്ട്രീയ വ്യവഹാര പ്രക്രിയയിലൂടെ സമരം ചെയ്തും സംഘടിച്ചും പോരടിച്ചും മുന്നോട്ട് വരുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിലൂടെ നാം കാണുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അത്യുജ്വലമായ തെരഞ്ഞെടുപ്പ് വിജയം സമ്മാനിച്ച ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പുറകിൽ പ്രവർത്തിച്ച എല്ലാ വിദ്യാർത്ഥി പോരാളികൾക്കും അഭിവാദ്യം നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ബാക്കിയുണ്ട് 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 എണ്ണിത്തീരാൻ ബാക്കിയുണ്ട് എണ്ണിത്തീരാൻ ബാക്കിയുണ്ട് ധൈര്യമുണ്ട് നിന്നോളൂ ധൈര്യമുണ്ട് നിന്നോളൂ നട്ടലുണ്ട് നിന്നോളൂ
വെറുതെ ഒന്നും പറയാത്ത SFI സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്.